ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാമായിരിക്കും ഒരു മല. അപ്പോൾ അവിടെ ഒരു അമ്പലമുണ്ട്, ആ ടോപ്പിലൊരു അമ്പലമുണ്ട്. അവിടെ പോകാൻ വന്നിരിക്കുന്നത്. സൗണ്ട് എത്രത്തോളം കേൾക്കുമെന്ന് അറിഞ്ഞുകൂടാ. ഈ ഇൻട്രോ ചുമ്മാ വന്ന് എടുക്കുവാണ്. സൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇൻട്രോ തന്നെ ഇടും, അല്ലെങ്കിൽ ഒരു ഇൻട്രോ കൂടെ അവിടെ പോയിട്ടിടും. അപ്പോൾ നമുക്ക് നേരെ പോയി നോക്കാം. നമ്മൾ രാവിലെ ഇറങ്ങിയതാണ് നമ്മുടെ വീട്ടിൽ നിന്ന്. ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി. അപ്പോൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ ഫ്രണ്ട് അതുലുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ വീട്ടിൽ പോയി അവനെയും വിളിച്ചു. അതിനുശേഷം ഞങ്ങൾ ആയൂർ വന്നു. അവിടെ നിന്നാണ് ഹരീഷിൻ്റെ ഫ്രണ്ടും കൂടെ ജോയിൻ ചെയ്തത്. അപ്പോൾ ഹരീഷിൻ്റെ ഫ്രണ്ടിനെ ഞങ്ങൾ പരിചയപ്പെടുത്താം. അതുപോലെ തന്നെ ഞങ്ങളിഞ്ഞ് രാവിലെ ഇറക്കമൊക്കെ ഇറങ്ങി നമ്മളിഞ്ഞ് തമിഴ്നാട് വന്നിട്ടുണ്ട്. കുളത്തുപുഴ വഴിയാണ് ഞങ്ങൾ വന്നത്. അതാണ് അത്യാവശ്യം മോശമല്ലാത്ത റോഡായിരുന്നു, അതുകൊണ്ട് ആ വഴിയാണ് വന്നത്. അതിനുശേഷം ഇപ്പം ഞങ്ങൾ തമിഴ്നാട്ടിൽ ആ ഒരു ബോർഡറൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ മുന്നിലോട്ട് വന്നപ്പോഴാണ് ഈ ഒരു റോഡ് ഞാൻ ശ്രദ്ധിച്ചത്. ഇതിപ്പം ഉള്ളിലോട്ടുള്ള റോഡായതുകൊണ്ടാണ് നമ്മൾ വന്ന് നോക്കിയത്, ഗ്രാമപ്രദേശം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ആ റോഡ് മുന്നിലോട്ട് ഇങ്ങനെ വരുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സൈഡിൽ കുറച്ച് മലയും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. ആ ഒരു വിഷ്വൽ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നിലോട്ട് വന്നത്. അപ്പോൾ ആ രീതിയിലുള്ള വിഷ്വൽ തന്നെ നമുക്കവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല തെങ്ങും തൂപ്പും കാര്യങ്ങളും. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഈ ഒരു ഇടത് ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കിട്ടിലൻ വിഷ്വലായിരുന്നു. അത് ഭംഗി കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഗോപ്രോയിൽ അവിടെ ഷൂട്ട് ചെയ്തില്ല, ഫോണിനകത്ത് കുറച്ചൊന്ന് ഷൂട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ താഴോട്ട് ഇറങ്ങി ഗ്രൗണ്ടിലോട്ട് വണ്ടി വെച്ചു. ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ ഒടുക്കത്തെ കാറ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 വണ്ടിയിലാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ, 2 ബൈക്കിലായിരുന്നു വന്നത്. അപ്പോൾ കാറ്റ് കാരണം ഒരു വണ്ടി മറിഞ്ഞും വീണായിരുന്നു. അതുപോലെ തന്നെ ഇത് ഫോണിനകത്ത് ഷൂട്ട് ചെയ്ത വിഷ്വലാണ്. ഞാൻ അന്നേരം ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു, അതുകൊണ്ടാണ് ഫോണിനകത്ത് ഷൂട്ട് ചെയ്തത്, ഗോപ്രോയ്ക്കകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പോൾ അവിടുന്ന് ഞാൻ വണ്ടി എടുത്ത് മേളിൽ റോഡിലോട്ട് കയറിയപ്പം കണ്ടൊരു സ്ഥലമാണിത്. കുറച്ചുകൂടെ മുന്നിലോട്ട് വരാമായിരുന്നു അവിടുന്ന്. അപ്പോൾ നേരെ ഇങ്ങോട്ട് വന്ന് കിട്ടില്ല തന്നെ ഒരു സ്ഥലമായിരുന്നു. 2 സൈഡും വയലും, അതേപോലെ തന്നെ നടുക്ക് റോഡിൻ്റെ 2 സൈഡിലും തെങ്ങും തോപ്പും. നിങ്ങളതൊരു വിഷ്വലൊന്ന് കാണണമായിരുന്നു, അടിപൊളിയായിരുന്നു. ഞാൻ പിക്ചേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ആഡ് ചെയ്യാൻ നോക്കാം. പിക്ചേഴ്സ് ഉണ്ട്, ഇഷ്ടംപോലെ പിക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ മാത്രമായിട്ടുള്ള പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. കാരണം ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫോട്ടോസ് എടുക്കുമായിരുന്നു, എടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ സ്ഥലത്തിൻ്റെ മാത്രമുള്ള പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഹരീഷിൻ്റെ ഫ്രണ്ടും, അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് അതുലാണ് അപ്പുറത്തും ഹെൽമെറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അവന് വീഡിയോയ്ക്കകത്ത് വരാൻ താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഷൂട്ട് ചെയ്യാഞ്ഞത്. കാരണം ഒരു വിഷ്വൽസ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അവൻ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് എവിടേക്കോ. അതുപോലെ തന്നെ അയാൾ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് നിൽക്കുവാണ്.
എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം എൻജോയ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഞങ്ങളവിടെ. ഭയങ്കര കാറ്റും അതേപോലെ തന്നെ അവൻ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന്. പലരും അവിടെ ഹരീഷിൻ്റെയൊക്കെ ഫോട്ടോസ് എടുത്ത് കൊടുത്തുകൊണ്ടിരുന്നത്. ഞാൻ അപ്പുറത്തോട്ട് നിന്ന് വീഡിയോസൊക്കെ ഗോപ്രോയിൽ ഷൂട്ടും ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ, നല്ല ഫോട്ടോസ് സ്ഥലത്തിൻ്റെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ നോക്കാം. അതേപോലെ തന്നെ ഇവിടെ ഞങ്ങൾ കുറേ നേരം നിന്നു, അത്യാവശ്യം കുറേ നേരം നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഹരീഷിൻ്റെ ഫ്രണ്ടിൻ്റെയും കുറേ ഫോട്ടോസൊക്കെ ഇൻസ്റ്റയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എടുത്തു. ഞാൻ വലിയ രീതിയിൽ ഫോട്ടോ അങ്ങനെ എടുക്കുന്ന ഒരാളല്ല, എങ്കിലും ഞാൻ അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുപ്പിച്ചു. അത്രയ്ക്ക് നല്ല സ്ഥലമായതുകൊണ്ട് തന്നെ. ഞാൻ നിന്നെ അല്ല എടുക്കുന്നത്, ഞാൻ അതിനകത്ത് പോസുകൾ അറിയാൻ പറ്റുമോ? എടാ നീ ഒരു സൈഡ് ചരിഞ്ഞിരിക്കുവാണോ? ഞാൻ ഒരു സൈഡും ചരിഞ്ഞൊന്നും ഇരിക്കുമല്ലോ. പക്ഷെ നീ നേരത്തെ അടുത്ത ആംഗിൾ അടിപൊളിയായിരുന്നു. നേരത്തെ അടുത്ത ആംഗിൾ കൊള്ളാം. ആംഗിൾ തന്നെ. നിന്റെ ഹെൽമെറ്റും വേണ്ടേ? വേണ്ട, ഒരു ഇച്ചിരി ഈ ഒരു പോഷൻ ഒന്ന് തട്ടിയാൽ മതിയായിരുന്നു. എവിടെയെങ്കിലും ഒരു സൈഡ് ഇല്ല. ലൈറ്റിങ് ഭയങ്കരമാണ് കേട്ടോ. അത് ലൈറ്റ് ഭയങ്കരമാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രെഡും പൈനാപ്പിൾ ജ്യൂസും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിന് എവിടെ ഇരുന്ന് കഴിക്കുമെന്നുള്ള ഒരു നോട്ടത്തിലാണ് നമ്മളിപ്പോൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല കൊള്ളാവുന്നൊരു സ്ഥലമൊക്കെ നോക്കിയിട്ട് അവിടെ ഇരുന്ന് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നോക്കട്ടെ, എവിടെയെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ ഒതുക്കിയിട്ട് അവിടെ ഇരുന്ന് കഴിക്കണം. അതേപോലെ തന്നെ നമ്മളിപ്പം ഈ വിഷ്വൽ ഫുള്ള് ഷൂട്ട് ചെയ്യുന്നത് ഗോപ്രോയിലാണ്. നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട് അഖിലന്മാർ, അപ്പോൾ അവൻ്റെ ഗോപ്രോയാണ് നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന് ഷൂട്ട് ചെയ്യുന്നത്. അത്യാവശ്യം ഗോപ്രോ കൊണ്ടുവരാൻ കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വിഷ്വൽസ് നമുക്ക് ഗോപ്രോയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും, നല്ല രീതിയിലുള്ള വിഷ്വൽസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഇപ്രാവശ്യം ഒരു പണി കിട്ടിയെന്ന് വെച്ചാൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയില്ലായിരുന്നു. കാരണം കളറിങ് ഇച്ചിരി ഓവർ കളറിങ് ആയിപ്പോയി. ഞാനത് ഷൂട്ട് ചെയ്യുമ്പോൾ ഗോപ്രോയിൽ കാണുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ നമ്മൾ ഫോണിനകത്ത് ഇട്ട ടൈമിൽ നമുക്കത് ഭയങ്കര കളറിങ്. ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടാൻ ഇത്രയും ലേറ്റായത്, ഡിലേ ആയിപ്പോയത്. അതുപോലെ തന്നെ നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് കുറ്റാലം വഴിയാണ്. ഞാൻ കൈ ചൂണ്ടുന്നില്ല, ആ ഒരു ഏരിയയിലാണ് കുറ്റാലം വാട്ടർഫോൾസ്. നമുക്കിവിടെ ഈ റോഡിൽ നിൽക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് 2 വഴിയിൽ പോകാം. ഞങ്ങൾ മാപ്പ് നോക്കി ഇതുവഴി അങ്ങ് തിരിഞ്ഞ് വന്നതാണ്. കുറ്റാലം കണ്ടുകൊണ്ട് അതുവഴി എന്നാൽ പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. ആ ഒരു മെയിൻ ജംഗ്ഷനിൽ കൂടെയൊക്കെ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വിഷ്വലും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുവഴി വന്നുകൊണ്ട് തന്നെ. തണലും ഉണ്ടായിരുന്നു, മെയിനായിട്ട് തണലാണ് മെയിനായിട്ടുണ്ടായിരുന്നത്. എല്ലായിടത്തും അത്യാവശ്യം മരങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം തണലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഗോപ്രോയുടെ കാര്യമല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഗോപ്രോയുടെ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആ ഒരു കളറിങ് ഞങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റില്ല, ഞങ്ങളുടെ കയ്യിൽ മിസ്റ്റേക്കാണ്. അതേപോലെ തന്നെ ഞങ്ങൾ നോക്കട്ടെ, ഈ സൈഡിൽ എവിടെയെങ്കിലും ഇത് ജംഗ്ഷൻ ആയതുകൊണ്ട് ഇവിടെ എവിടെയും ഇരുന്ന് കഴിക്കാൻ പറ്റില്ല. ഒതുങ്ങി ഏതെങ്കിലും സ്ഥലം കിട്ടുമ്പോൾ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. എന്തേലും ഉണ്ടോ നോക്കടാ, കൈ കിട്ടുന്നതല്ലോ. തൊപ്പിയുടെ കാര്യത്തിൽ ഒരെണ്ണം എടുത്ത് പോലെ അങ്ങോട്ട് കൊണ്ട് കൊടുക്കാനെ. എടാ പഠിക്ക്, എടാ അരിശ് അതുപോലെ അങ്ങോട്ടുള്ള നിന്നോട് പറഞ്ഞ ഒരെണ്ണം നിനക്ക് നിന്ന് കവറത്തുന്നുണ്ട്. ഒരെണ്ണം അവനെടുത്ത്, എടാ അത് അവനൊരെണ്ണം എടുത്ത്, ഓക്കെ. അപ്പം നിങ്ങൾ ഒരു വിഷ്വൽ കണ്ടില്ലേ, അവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞങ്ങളൊരു ഒതുങ്ങിയൊരു ബസ് സ്റ്റോപ്പ് കണ്ടപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വെച്ചാൽ ഫുഡൊക്കെ എടുത്ത് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഒരു ബ്രെഡൊക്കെ അങ്ങോട്ട് കഴിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ദൂരെ നിന്ന് ഒരു കുരങ്ങ ഇങ്ങോട്ട് വന്ന്. ഞങ്ങൾ കുരങ്ങനില്ലാത്ത സ്ഥലം നോക്കി കണ്ടുപിടിച്ചിരിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ ഒരു കുരങ്ങൻ വന്നിട്ട് അവിടെ വണ്ടിയിലൊക്കെ കയറി പെട്ടെന്ന് ഹരീഷിൻ്റെ കയ്യിലായിരുന്നു ഒരു കവർ ബ്രെഡ് ഇരുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഒരു ബ്രെഡ് എടുത്ത് അതിനങ്ങ് കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ അന്നേരത്തേക്ക് അത് പെട്ടെന്ന് കയറി വന്ന് ഹരീഷിൻ്റെ കയ്യിൽ ഇരുന്ന് ഒരു കവറോട് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. അവസാനം ഹരീഷിൻ്റെ കയ്യിൽ അവല് കൊടുക്കാനെടുത്ത് ആ കുരകൽ കൊടുക്കാനെടുത്ത് ഒരു ബ്രെഡ് മാത്രമേ ഉള്ളായിരുന്നു. അതാണ് ഞങ്ങളവിടെ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് മാറി
കുറച്ച് അന്നേരത്തേക്ക് പുറകിൽ കുറേ കുരങ്ങന്മാർ ഒരു 10-30 എണ്ണം അങ്ങ് വന്ന്. അന്നേരത്തേക്കാണ് ഞങ്ങൾ പെട്ടെന്ന് വണ്ടി കയറിയിട്ട് പോയത്. എന്തിനാ ചുമ്മാ അവരുടെ കയ്യിൽ മാന്തും പിച്ചുമൊക്കെ മേടിക്കുന്നത്. അപ്പോൾ അവരെ ശല്യം ചെയ്യാനും പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് ഇഞ്ഞ് മാറി വന്ന് എന്നിട്ട് കുറച്ച് ദൂരം വന്നിരുന്നിട്ട് കഴിച്ച്, അത്യാവശ്യം കുഴപ്പമില്ല കഴിച്ച്. പക്ഷെ അവിടെ എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബോർഡ് ഫ്രണ്ടിൽ കാണുന്നില്ല, ഇതൊക്കെയാണ് പാപനാശം അംബാസമുദ്രം തെങ്കാശി ബോർഡാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഈ യാത്രയിൽ നമ്മൾ അംബാസമുദ്രവും പാപനാശവും ഒക്കെ കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അംബാസമുദ്രവും പേര് കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ ഉള്ളതെന്ന് നമുക്ക് അറിഞ്ഞോളാം. നമ്മൾ പോയി നോക്കട്ടെ, എന്തെങ്കിലും വിഷ്വലായിട്ട് കാണാനുണ്ടോ എന്ന് നോക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഗോപ്രോയുടെ കാര്യം, ഗോപ്രോ ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇത്രയും ഡിലേ ആയത്. 1 മാസത്തോളം ഈ വീഡിയോ ഡിലേ ആയിട്ടാണ് ഇപ്പോൾ ഇടുന്നത്. നിങ്ങൾക്കത് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറായി. വലത് ഭാഗത്ത് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ കാണാൻ പറ്റും, ദൂരെ നിന്ന് തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ എൻട്രൻസ് എവിടെ നിന്ന് തപ്പിക്കൊണ്ടിരിക്കുക നമ്മൾ. ഓക്കെ, ഫൈനലി നമ്മൾ എൻട്രൻസിൽ വന്നിട്ടുണ്ട്. ഇതാണ് എൻട്രൻസ്. തമിഴ് എഴുതി വെച്ചേക്കുന്നത് നമുക്ക് വായിക്കാൻ പറ്റില്ല, എനിക്ക് തമിഴ് അറിയാത്തതുകൊണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണുന്നവർക്ക് തമിഴ് അറിയാമെങ്കിൽ ജസ്റ്റ് ഇത് വായിച്ചു നോക്കുക. അപ്പോൾ അത്യാവശ്യം കുഞ്ഞൊരു റോഡാണ്. ഇനി അങ്ങോട്ട് എനിക്കൊന്ന് ഗ്രാമപ്രദേശമാണെന്ന് തോന്നുന്നു. അകത്തോട്ട് ഫുള്ള് സ്കൂൾ ബസ്സൊക്കെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. നമ്മളപ്പോൾ ആ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്താണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ദൂരെ നമ്മുടെ ഡെസ്റ്റിനേഷൻ നിങ്ങൾക്ക് കാണാം. അവിടെ ഒരു വെള്ള മലയുടെ മുകളിലൊരു വെള്ള കളർ കാണുന്നില്ല, അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. പിന്നെ ഒരു നീളത്തിലൊരു വൈറ്റ് ലൈൻ പോലെ കിടക്കുന്നത് സ്റ്റെപ്പുകളാണ്, പടികളാണ്. അപ്പോൾ നോക്കട്ടെ, ഒരു ഇൻട്രോ ഞാൻ ഇവിടെ എവിടെയെങ്കിലും വെച്ചെടുക്കണമെന്ന് വിചാരിക്കും. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നടക്കുമെന്ന് നോക്കട്ടെ. ഈ ഒരു ഭാഗത്ത് ഭയങ്കര കാറ്റാണ്, അതുകൊണ്ട് ഇൻട്രോ എത്രത്തോളം കറക്റ്റായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. എങ്കിലും നമുക്ക് ഈ ഒരു സൈഡിലോട്ട് ഒതുക്കാം. അവരങ്ങോട്ട് പോകട്ടെ, നമുക്കിവിടെ ഒതുക്കി ഇൻട്രോ എടുത്തിട്ട് പോകാം. ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ തെങ്കാശിയിലാണ്. തെങ്കാശിയിൽ നിന്ന് കുറച്ചും കൂടെ മാറി നമ്മളൊരു സ്ഥലത്തോട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്കൊരു മല കാണാമായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ ടോപ്പ് നിങ്ങൾക്ക് എത്രത്തോളം വ്യക്തമാവുമെന്ന് അറിഞ്ഞുകൂടാ. അതിൻ്റെ ടോപ്പിലൊരു അമ്പലമുണ്ട്. ആ ഒരു ഭാഗത്തായിട്ട് ആ ഒരു വെള്ള കളറിൽ കിടക്കുന്നില്ല, അവിടെ ഒരു അമ്പലമുണ്ട്. നമ്മൾ ഇന്ന് അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. അമ്പലത്തിൻ്റെ പേര് തോർണമല എന്നാണ്. അമ്പലം ഭയങ്കര കാറ്റാണ്, ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ. ബൈക്ക് ഓടിച്ചുകൊണ്ട് വരുന്ന ടൈമിൽ ബൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടുവാണ്. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരിടത്ത് വണ്ടി വെച്ചായിരുന്നു, ഞങ്ങൾ ഒന്ന് ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വണ്ടി ചരിഞ്ഞും വീണ് ബൈക്ക്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടുണ്ട്, ഹരീഷിനെ നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ അവനും അവൻ്റെ ഫ്രണ്ടും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെയാണ് വന്നിരിക്കുന്നത്. അവരിപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. ജസ്റ്റ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഇൻട്രോ എടുക്കാൻ വേണ്ടി നിർത്തിയാണ്. ഹരീഷിൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ ഈ ഒരു ഇതിവിടെ വെച്ച് മാത്രമേ കിട്ടത്തുള്ളൂ, ഈ ഒരു ഫുൾ വ്യൂ മൊത്തത്തിൽ. നമ്മുടെ കയ്യിൽ ഡ്രോണും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കല്ലാതെ ഡ്രോൺ ഷോട്ടായിട്ട് കാണിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നിട്ട് ഇങ്ങനെ എടുത്ത്. ഭയങ്കര കാറ്റ്, ഒരു രക്ഷയില്ല, ഭയങ്കര കാറ്റ്. ഭയങ്കര കാറ്റാണ്, ഭയങ്കര കാറ്റ്. സൗണ്ട് കിട്ടുമെന്ന് അറിഞ്ഞൂടാ, എത്രത്തോളം നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതും നമ്മളിനി അതിൻ്റെ മേളിലോട്ടാണ് കയറാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ബാക്കി വീഡിയോ അവിടെ ചെന്നിട്ട് കാണിക്കാം. അതുപോലെ തന്നെ ഹരീഷിൻ്റെ ഫ്രണ്ടിനെയൊക്കെ പരിചയപ്പെടുത്താം. അപ്പോൾ അതങ്ങ് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഹരീഷിൻ്റെ അനിയൻ്റെ വണ്ടിയിലാണ്. സിറ്റി 110X എന്ന് പറയുന്ന അത്യാവശ്യം നല്ല വണ്ടിയാണ്. നല്ല ഓട്ടിക്കാനും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്. നമുക്ക് അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കുലുക്കവും കാര്യങ്ങളൊന്നും വലുതായിട്ട് വരത്തില്ല. ഇപ്പം ചെറിയൊരു ഗട്ടറിലോട്ട് ഇറങ്ങിയാലും നമുക്ക് ആ ഒരു ഫീല് വരത്തില്ല, ആ ഒരു അടിക്കുന്ന ഫീല് വരത്തില്ല. നല്ല സ്മൂത്തായിട്ട് കയറി ഇറങ്ങിപ്പോവും. ഓക്കെ, അപ്പോൾ നമുക്ക് പോകാം. ഷാമ്പൂ എവിടാ? അമ്പലമല്ല, ഇത് റെസ്റ്റ് സ്ഥലം. ഞാൻ താഴെ ഒന്ന് ഇൻട്രോ എടുത്തോണ്ടിരുന്നേ. അവിടെ
ഞാൻ ഒറ്റയ്ക്കാണെങ്കിലേ കയറി താഴേക്ക് കെട്ടി വന്നേരം അത് നീ കയറിയോന്ന് ചോദിച്ചു. ആൾക്കാരുണ്ടെങ്കിൽ സംസാരിച്ച് പോവാം. ഇപ്പോഴേ നീ പറ്റുമെന്ന് പറഞ്ഞാൽ എനിക്ക് കയറത്തില്ല. പകുതി കഴിയട്ടെ. ആ കന്യാകുമാരി പോയപ്പോഴും മലയാളം, കല്യാണത്തിനൊക്കെ മലയാളം പാട്ടിട്ടേക്കുന്നുണ്ട് അവിടുത്തെ. അത് ശരിയാ. അത് ശരി. ഹായ് പറഞ്ഞു. ഹലോ ഗൈസ്. മറ്റേ വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചേക്കുക. നീ തന്ന ഫോട്ടോസും കൂടി ഇട്ടാ ഓക്കെ. ഫോട്ടോ എടുത്തോ? ഞാൻ പറഞ്ഞായിരുന്നു ഇൻട്രോയിൽ ഹരീഷിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന്. ഹരീഷ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എൻ്റെ ഫ്രണ്ടാണ്. പുള്ളിക്കാരുടെ പേര് ശ്രീമയി എസ് പ്രസീദ്. എന്തോ? ആലപ്പുഴക്കാരിയാണ്. ശ്രീമയി എസ് പ്രസാദ്. ശ്രീമയി എസ് പ്രസീദ്. പ്രസീദ്. ഇച്ചിരി ഉള്ളൂ അതല്ലേ അവിടെ? അതെ അതെ, വളരെ എത്തിയത്. എത്ര റെസ്റ്റിംഗ് സ്പേസ് ഉണ്ടാവും? 1000 പടിയാന്ന് തോന്നുന്നു. താഴെ കുറയരുത്. 1000 പടിയും. ഇടയ്ക്കിടയ്ക്ക് കുഴപ്പമില്ലടാ, വെള്ളം കുടിക്കാനൊക്കെ സ്ഥലമുണ്ട്. കിണർ 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 കിണറുണ്ട്. കോരി കുടിക്കണമെന്ന് തോന്നുന്നു. പിന്നെ എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര ആഴമാണ് ഇപ്പോൾ? പാറ. ചേച്ചി ഇവിടെ കയറിയിട്ടാണ് ഇനി നിരപ്പായ ഭൂമികളിലോട്ട് പോയി. അതിനെ കൊണ്ട് വന്നിട്ട് അവിടെ റെസ്റ്റ് ഏരിയ ഉണ്ട്, അവിടെ റെസ്റ്റ് എടുക്കാം. ഇവിടെ വരെ വന്നപ്പം തന്നെ നല്ല രസമുണ്ട്. വെള്ളം എടുക്കട്ടെ ഇരിച്ചേ. ഞാൻ വെള്ളമൊക്കെ എടുത്തോണ്ടാ വന്നേ, എനിക്കറിയാം. ഓഹോ, റെസ്റ്റ് ചെയ്യണോ? വെള്ളം എടുക്കട്ടെ? വെള്ളം എടുക്കണ്ട, വെള്ളം നീ അടുത്ത റെസ്റ്റിങ്ങിൽ കുടിച്ചാൽ മതി. വെള്ളം കുടിച്ചു കഴിഞ്ഞാലേ പിന്നെ നീ ഇവിടെ ഇരിക്കും. ഒരു മണിക്കൂർ ലേറ്റായി നമ്മൾ ഇവിടെ വന്നത്. പ്രാവാന്ന് തോന്നുന്നു. ഏത് പറയും? പ്രാവല്ലയോ? ആ, അത് വേറെ എന്താണ് സാധനം? പ്രാവല്ല. എൻ്റെ ചാനലിലിപ്പോൾ വല്ലാതെ ഭക്തി വീഡിയോസായി പോകുന്നു.
ചിലവർ പറയുന്നത് 3 മണിക്കൂർ കൂടുതൽ എടുക്കുമെന്നാണ് പോയിട്ട് വരാൻ. കയറിട്ട് വരാനോ? യെസ്, 3 മണിക്കൂർ. അത് അവരുടെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കുമായിരിക്കും. ഇവിടെ വെള്ളമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെള്ളം കാണുന്നില്ല. മറ്റേ ഡ്രോൺ ഷോട്ട് എടുത്തിടാ അതില് തുടക്കം കയറിച്ചാൽ കയറും. തുടക്കം കാണുമ്പോൾ അത് ഹെവിയാ, നീ കണ്ടില്ലായിരുന്നു? അത് അയച്ചു തന്നായിരുന്നു നിനക്ക്. അത് കിട്ടില്ല ആ ഡ്രോൺ ഷോട്ട്. അടിയുടെ ഒരു ശരി പണി. ഹരിശ നമ്മളിപ്പം പകുതി ആയി കയറി. എന്താ ഇനി കയറണമെന്നോ ഓർക്കുമ്പോഴാണ് ഒരു വിഷമല്ലേ? പകുതി ആയൊന്നും അറിയാൻ വയ്യ നമുക്ക്. പക്ഷെ നമ്മുടെ അത്രയും പോലും കുഴപ്പമില്ല. വയ്യ എക്സ്പ്രഷൻ കാണിക്കാത്തന്ന്. പകുതി ആയതുള്ളൂ ഹരിശേ, ഹരിശേ പകുതി ആയതേ ഉള്ളൂ. അല്ല അങ്ങോട്ട് പോകണം. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറിയുള്ള വ്യൂ ആ ഫുള്ള് പോലെ. ടോപ്പിലേ നമ്മളിപ്പോൾ ചെല്ലുന്ന ആ ഒരു വെള്ള കളർ കണ്ടില്ലേ നീ, അവിടെ വരെ മാത്രം. ഇതിൻ്റെ ടോപ്പിലോട്ട് നടന്ന് കയറാം. പക്ഷെ അത് പടിയൊന്നുമില്ല, റിസ്ക്കാണ്. ചിലവർ കയറും, അത് നമ്മൾ കയറണ്ട, കാറ്റടിച്ചു പോകും. ഇത്ര പോണം. അതിൽ നിന്ന് വെള്ളം കുടിക്കുക. ഔഷധ ഇത് ഈ മലയുടെ പ്രത്യേകത തന്നെ ഇതാ, ഔഷധഗുണമുള്ള മലയാ. അതുപോലെ തന്നെ ലോകത്തിലെ ആദ്യത്തെ തലയ്ക്കുള്ള സർജറി ചെയ്തത് ഇവിടെ വന്നാ പറയുന്നത്. ഇതിന് മേളിൽ സർജറിയോ? ആ, പണ്ട് ലോകത്തിൽ ആദ്യമായിട്ട് ഓപ്പറേഷൻ ചെയ്തത്, തല സർജറി ചെയ്തത് ഇവിടെ. ഇതിൻ്റെ മേളിൽ ഒരു വൈദ്യനായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. പുള്ളിയാണെന്നാ പറയുന്നത്, സിദ്ധവൈദ്യൻ ആണ്. ഇത് എന്ത് പറ്റും? അവിടെ വേറെ നടന്നു പോയി വെള്ളം കുടിക്കണം. അതും അല്ലാത്ത പണിയായിപ്പോൾ ഇല്ലേ? അതാ ഇതിൻ്റെ ടോപ്പിൽ കയറി എന്ത് വ്യൂ എന്നറിയാം? ആ വ്യൂ ഏറ്റവും ടോപ്പിൽ കയറിയ കയറാൻ പറ്റത്തില്ല, കാറ്റാ. റിസ്ക്കാണ്, അവിടെ പടിയില്ല, അല്ലാതെ കയറണം. പാറ ഇവിടെ വരെ കയറും. ഈ പടി കയറി ചെല്ലുന്നിടം വരെ പോവാം. നല്ല തണുത്ത കാറ്റ് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ വരും. അല്ല ആ നമ്മുടെ വെസ്റ്റേൺ ഘട്ടസോ പശ്ചിമഘട്ടം. പശ്ചിമഘട്ടം. വെള്ളം കേട്ടോ. എന്ത് ഹൈറ്റ് നോക്കണേ അത്. ടോപ്പിൽ സൂം ചെയ്യാനൊന്നും പറ്റത്തില്ല. അല്ലേ വെള്ളക്കെട്ടാണ്. വാ വാ വാ.
ഓഫറായെന്ന് തോന്നുന്നു കേട്ടോ. ചോദിച്ചു നോക്കിയാൽ മതി. എന്താ വിലക്കുറവാ തോന്നുന്നു. ടോട്ടൽ 1000 പടിയിൽ എത്ര കയറി കാണും? സ്റ്റെപ്പ് നോക്ക്, സ്റ്റെപ്പ് കൗണ്ട് നമ്മുടെ റിവ്യൂ ചെയ്ത വാച്ച് 5530 സ്റ്റെപ്പ് ടോട്ടലല്ലേ. താഴെ എത്ര നോക്കിയല്ലോ. ഔഷധമെല്ലാം കുടിക്കാൻ വന്നതാ. ഫുള്ള് പ്ലാസ്റ്റിക്കും പച്ചപ്പ്. എന്തായാലും പച്ചപ്പുണ്ട് കേട്ടോ, പോച്ചയൊക്കെ ഉണ്ട്. കടന്നൽ കൂട് ഹരിച്ച പോവാന്നോടാ. നാടെ കടന്നൽ കടന്നൽ ആ എന്തോ കടന്നലല്ല, തേനീച്ച. ശരിയാ, തേനീച്ച കൂട്. ഒരെണ്ണത്തെ തട്ടിയാൽ മതി. ഇവിടുന്ന് അലാറം വിടും, എല്ലാം കൂടെ വരും. ഇപ്പോൾ നമ്മൾ ഏറ്റവും മുകളിലോട്ട് പോകാൻ പറ്റില്ല. ഏറ്റവും മുകളിൽ അങ്ങോട്ട് കയറി പോകണം. ടോപ്പിൽ പോകണം. അങ്ങോട്ട് പോകുന്നില്ല, റിസ്ക്കാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ ഇത്രയും ടോപ്പിൽ നിൽക്കുന്നുള്ളൂ. ഏറ്റവും ടോപ്പിൽ നല്ല വ്യൂ ആണ്. പക്ഷെ എല്ലാവരും പോകത്തില്ല, റിസ്ക് എടുത്ത് പോകുന്നവരേ പോകത്തുള്ളൂ. ജീവൻ നോക്കിയിട്ട് വേണം മലയുടെ മേളിൽ കയറാൻ. ഇതുവരെ സേഫാണ്, പടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സേഫായിട്ട് വന്ന് കണ്ടിട്ട് പോവാം. ഏറ്റവും ടോപ്പ് വ്യൂ ഇതാണ്. ഫുള്ള് നമ്മുടെ പശ്ചിമഘട്ട മലനിരയാണ് ആ സൈഡ് മൊത്തം. ഞാനിപ്പോൾ വീണേനെ. ഇവിടെ ഏറ്റവും ടോപ്പിലൊരു മുരുകൻ്റെ ക്ഷേത്രമുണ്ട്. ഫുള്ള് മണിയാണ്, അടച്ചേക്കുമല്ലേ. ഇതാണ് സേഫായിട്ടുള്ള ടോപ്പ്. പിന്നെ അതിൽ കയറി പോടാണ്ടോ, അതിൽ നടന്ന് മേളിലോട്ട് കയറിപ്പോ. അതൊന്നും ആയിരിക്കും. പിന്നെ അതുകൊണ്ട് മേലെ കെട്ടി വെച്ചേക്കുന്നത് അതുവഴി മേളിൽ കയറിപ്പോ. പക്ഷേ റിസ്ക്കാണ്. അത്രയ്ക്ക് ധൈര്യമുള്ളതിന് കയറാൻ പറ്റും. പിന്നെ കയറുന്ന വഴിക്കാണെങ്കിൽ കാലം കാണാൻ വരയ്ക്കണം. പിന്നെ അവിടെ സ്റ്റോപ്പും ഇല്ല, ഒന്നുമില്ല. റെസ്റ്റ് പോയി അതിൽ നടന്നങ്ങ് കയറിപ്പോവും. പാറ പിടിച്ച് കയറിയങ്ങ് പോകണം. അങ്ങനെ കയറിപ്പോന്ന എല്ലാവരും. ആ ഏറ്റവും ടോപ്പിൽ കയറും. അന്നേരം നല്ല വ്യൂ ആണ് ടോപ്പിൽ കയറുമ്പോൾ. നമ്മള് ആരാ കേറിയിട്ട് ഇറങ്ങുന്നതാണ് റിസ്ക്. ഇറങ്ങാൻ ഭയങ്കര പാടാ. വെളിയിൽ പോകാൻ പോകും. ഓ ചാർജ് തീരാറായി, ഭാഗ്യമായി. ഇനി മറ്റേതുണ്ട്, വേറൊരെണ്ണം കൂടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നേരത്തെ ഉണ്ട് കാറ്റാടിപ്പാടം. നേരെ ഒന്ന് കാറ്റാടിപ്പാടം നമ്മളാ തെങ്കാശി പോകുമ്പോൾ കാണണമെന്ന് തോന്നുന്നു. മറ്റേ അമ്പലത്തിലോട്ട് പോകത്തില്ല. അതിൻ്റെ അടുത്ത് പ്രൈവറ്റ് ആയിട്ടുള്ള കാറ്റാടികളുണ്ട്.
എടാ ഇത് ചിലത് പഞ്ചായത്തുകൾ സെറ്റ് ചെയ്ത് കൊടുക്കും, അതെല്ലാം വലിയതാ. നമ്മൾ വന്നപ്പോൾ ഇടയ്ക്ക് ചെറുതൊക്കെ കണ്ടില്ലയോ, അതൊക്കെ ഇവിടുത്തെ പഞ്ചായത്തുകൾ സെറ്റ് ചെയ്ത് കൊടുക്കും ഓരോ കുടുംബത്തിനുമായിട്ടേ. ഞാൻ അന്ന് വന്ന ടൈമിൽ ഒരു അപ്പൂപ്പൻ്റെ അടുത്ത് വെച്ചായിരുന്നു ചെറിയ വിൻഡ് മില്ല്. അത് ഭയങ്കര വലുതാണ്. മറ്റേത് താഴ്ഭാഗം മറ്റേ നമ്മുടെ ഇത് ബാർ ക്രോസ് ചെയ്ത് വെച്ചേക്കുന്ന ഇടയ്ക്ക് ഇരിക്കുന്നത് കണ്ടില്ലായിരുന്നു വന്ന ടൈമിൽ. അത് പ്രത്യേക സൗണ്ട് ഇല്ലേ? തീർന്നു ശരി. ഇല്ലല്ലോ ഉണ്ട്. വീഡിയോയുടെ ടൈം 4.5 മണിക്കൂറുണ്ട്, ചാർജ് ഇല്ല. വന്നില്ലേ? ടൈം കാണിച്ചു. ഓക്കെ, അപ്പം നമ്മൾ മേളിലേക്ക് കയറി തൊഴുത് ഫുള്ള് കണ്ട് വ്യൂ ഒക്കെ കണ്ട് നമ്മൾ ഏറ്റവും ടോപ്പിൽ പോയില്ല, റിസ്ക് ആയതുകൊണ്ട് പോയില്ല. അപ്പോൾ വ്യൂ ഒക്കെ കണ്ടിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ ഹരീഷും ഞാനുമാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. ഹരീഷിൻ്റെ ഫ്രണ്ട് അങ്ങ് നേരെ താഴോട്ട് പോയി. ഇറക്കമായിട്ട് കൂളായിട്ട് അങ്ങ് പോയില്ലേ. ഇറക്കമൊക്കെ ഞാൻ കുറേ കണ്ടേ അത്. അപ്പോൾ നമ്മളിനി ഇറങ്ങാൻ പോവാണ്. ഇനി താഴെ ചെന്നിട്ട് ഇനി വേറെ സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇത് തന്നെ കുറേ ഉണ്ട്, മാക്സിമം കുറേ എനിക്കൊന്ന് ലെങ്ത് ഉണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ നിർത്തുവാണ്. ഹരീഷ് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വ്യൂ ഉള്ളായിരുന്നു. നമ്മൾ കയറുന്നതിന് ആ ഒരു വെറുത്തുണ്ട്, അത്യാവശ്യമുണ്ട്. ഇറങ്ങാൻ നല്ല സുഖമുണ്ട്. ഇറങ്ങാൻ നല്ല സുഖമുണ്ട്. കയറുന്ന ഒരു ബുദ്ധിമുട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടാവില്ല. யாருனாலும் கூப்பிட்டாங்க, அத்தனை நான் இப்படி தான் சொல்லுவேன். உங்கள்கிட்ட மட்டும் சொன்னால் போதுமா? அவங்க அம்மா கூப்பிட்டாங்க, அவங்க தம்பினாலும் கூப்பிட்டாங்க. പാലാസിൽ 16-17 നീ തീരുമാനിച്ചോ? നിന്റെ പാലാച്ച നീ തീരുമാനിച്ചോ? ഞങ്ങൾ കുറെ തീരുമാനിച്ചു, അതോട്ടാ ചോദിച്ചത്. എന്നാ ഓക്കെ, ചെറിയ റിവ്യൂ അറിയോ? വിഷയാണല്ലേ. എന്തായാലും പറ്റിയോ? ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ആണോ ഇത്? ഡിസ്പ്ലേ ആണ്, സ്ക്രീൻ കാർഡല്ല. ഇപ്പൊ വീണപ്പോ ഒന്നും പറ്റില്ലെന്ന് തോന്നില്ലേ? ഓൾറെഡി എനിക്ക് പറ്റാനുള്ള പറ്റി. ഇനി എനിക്കൊന്നും വേണ്ട. നിന്റെ എക്സ്പീരിയൻസ് കൂടെ പറയാവുള്ളൂ. ഹരീഷ് പറഞ്ഞ് നിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? കൊള്ളാം, കുഴപ്പമില്ലല്ലേ? എനിക്ക് വളരെ മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഫോണിൽ പോയി നാരേ വന്നോന്നില്ലടോ. വെയിലുണ്ടായിരുന്നു. നമ്മളിപ്പം 9 മണിക്ക് വന്നിട്ടും വെയിലുണ്ട്. കയറിയത് 8:30 കണ്ട. ഇറങ്ങാൻ നല്ല സുഖമുണ്ട്. കള്ളിമുളിച്ചെടിയാണ്. താഴെ എത്തുന്നില്ലേ? തെലുങ്ക് അവിടെ തമിഴല്ലല്ലേ, കന്നഡ തെലുങ്കാണ്ട. തെലുങ്കാന്ന് തോന്നുന്നു. അല്ലല്ല, അത് ഇവിടെ വർക്കല. ബലിയിടാൻ പോകുന്നത് വർക്കലയാണ്. ഇവള് പറഞ്ഞ പാപനാശം. തിരുവല്ലം വേറെ. ട്രിവാൻഡ്രത്ത് തിരുവല്ലം.
നമ്മൾ പോയില്ലേ പരശുരാമന്റെ ആ പരശുരാമൻ പരശുരാമൻ പോലെ തിരുവല്ല തീരാറായോ കുറേ വീഡിയോ എടുക്കാനുള്ളത് അപ്പം ഇതിവിടെ നിർത്താം അടുത്തത് വേറെ വീഡിയോ ഇട്ടിടാം കഴിഞ്ഞതിനകത്ത് ആദർശം അടിപൊളിയായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്ത് നല്ല ഡയലോഗാ അത് നീ ആ ഫോണിൽ കിടപ്പുണ്ട് ഞാൻ കാണിച്ചു തരാം എഡിറ്റ് ചെയ്തത് ഈ കിടപ്പുണ്ട് കേട്ടോ കണ്ടു നോക്ക് എന്നിട്ട് എന്തെങ്കിലും കളയണമെങ്കിൽ പറ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുവാണ് നമ്മളിനി അടുത്തൊരു വീഡിയോ എടുക്കേണ്ട സ്പോട്ടിലോട്ടാണ് പോകാൻ പോകുന്നത് അടുത്ത കിട്ടിയും വീഡിയോസ് കാണുന്നതായിരിക്കും ബൈ ബൈ ഒരു ബൈ പറയാം ബൈ ബൈ ഗൈസ് നെക്സ്റ്റ് വീഡിയോയിൽ